സീൻ ഒളിഞ്ഞു നോക്കിയ ഒരു കാര്യം വന്ന് വളരെ പ്രൗഡായിട്ട് എന്നെ ആരും പിടിച്ചിട്ടൊന്നുമില്ല. തീരെ ബോധവും വിവരവും ഇല്ലാത്തൊരു പയ്യൻ. ഞാൻ അവനെ ഒരാളെ ഒരു വ്യക്തിയെ ഞാൻ അടച്ചാക്ഷേപിക്കുമല്ല. അവിടെ ഇരിക്കുന്ന ആളിനെക്കാട്ടിയും ഓപ്പോസിറ്റ് ചോദ്യം ചോദിക്കുന്ന ഒരാൾക്ക് കുറച്ച് ബോധം വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അച്ഛൻ മരിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് വേദന കാണത്തില്ലേ? വിഷമം ഉണ്ടാവും, അങ്ങനത്തെ ഒരു കാര്യം അവരുടെ വേദനയും വിഷമം അവരുടെ ഒന്നുമില്ല, അവർക്കതൊരു വിഷയമേ അല്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രാമോഹി. ക്യൂട്ട്നെസ് എന്തിന് ഞാൻ ഈ കഥ അടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറയുന്നത് ക്യൂട്ട്നെസ്, പൊട്ടത്തരങ്ങൾ, ചെറിയ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്താലേ കാര്യമുള്ളൂ. നമുക്ക് ക്യൂട്ട്നെസ് ഇല്ലാതെ തൽക്കാലം കുറച്ച് കാര്യങ്ങൾ പറയാം. എന്ത് പറയുന്നു? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂട്ട്നെസ് തന്നെയാണ്. ഈ നമുക്ക് ക്യൂട്ട്നെസ്സിൽ കൂടി കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് ഒന്ന് വൈറലാവാൻ നോക്കിയാലോ അബി? ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വൈറലാവാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ? എന്താണ് ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പുള്ളിക്കാരൻ്റെ ഒരു ഇൻ്റർവ്യൂ കുറച്ച് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വൈറൽ എന്നുള്ള വാക്കാണല്ലോ ഇപ്പോൾ പൊതുവെ ഒരു ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ചെറിയ പ്രായത്തിൽ, ഇപ്പോൾ ഉള്ള കാര്യമൊന്നുമല്ല കേട്ടോ, വളരെ ചെറിയൊരു പ്രായത്തിൽ കുളിസീൻ ഒളിഞ്ഞു നോക്കിയ ഒരു കാര്യം വന്ന് വളരെ പ്രൗഡായിട്ട് എന്നെ ആരും പിടിച്ചിട്ടൊന്നുമില്ല, അതിനൊക്കെ ഞാൻ സൂപ്പറാണ്, ഞാൻ അതൊക്കെ പിടിക്കപ്പെടാതൊക്കെ ഇറങ്ങി വരുമെന്ന് വളരെ അഭിമാനത്തോടു കൂടി എന്തോ വളരെ വലിയൊരു കാര്യം ചെറുപ്പകാലത്ത് വീട്ടുകാർക്ക് കഷ്ടപ്പെട്ടൊക്കെ സമ്പാദിച്ച് ഞാൻ കൊടുത്തതാണ് എന്നുള്ളൊരു അഭിമാനം അത്രയും ഒരു അഭിമാനത്തോടുകൂടി എന്നെ പിടിച്ചിട്ടൊന്നുമില്ല എന്ന് കരുതി എന്നുള്ള രീതിയിൽ വന്ന് പറഞ്ഞൊരു കാര്യം. ആ ഒരു കാര്യത്തിനെ അതിനേക്കാളും ഇപ്പോഴത്തെ ഒരു വാക്ക് പറയും, നോർമലൈസ് ചെയ്തു പോവുക. എന്ത് കാര്യം പറഞ്ഞാലും, എന്ത് ടോക്സിക് ആയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും അതൊക്കെ നോർമലാണ് എന്നുള്ള തരത്തിൽ ആങ്കർ ആ ഒരു അത്രയും വലിയൊരു വിഷയത്തിനെ കൈകാര്യം ചെയ്ത രീതിയും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണോ ആകേണ്ടത്? ഒരു ആങ്കറിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഇങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ റിപ്ലൈ കൊടുക്കേണ്ടുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇൻ്റർവ്യൂസ് എന്ന് പറയുമ്പം നമ്മൾ ഈ റീലിനെക്കാട്ടി എനിക്ക് തോന്നുന്ന ആൾക്കാർ ഇൻ്റർവ്യൂസ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഒരുപാട് പുതിയതായിട്ട് വരുന്ന എല്ലാവരെയും ഇൻ്റർവ്യൂസ് ചെറിയ ഈ മുന്നത്തെ പോലെയല്ലേ, മുമ്പേ ഒന്നെങ്കിൽ ഈ കലാകാര് അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം 18 വയസ്സിൽ കല്യാണം, ഈയിടയ്ക്ക് നേരത്തെ കല്യാണം കഴിച്ചൊരു കുട്ടി, ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച കുട്ടിയെ വരെ ഇൻ്റർവ്യൂ ചെയ്ത കാലമാണ്. ഇൻ്റർവ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, എല്ലാവരും ഓരോ നിലയിൽ നിന്നും ഓരോ ഇതിൽ നിന്ന് കുറച്ച് ഫെയിം ആകുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫെയിം ആകുമ്പോഴായിരിക്കും ഇൻ്റർവ്യൂസിലോട്ട് വരുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, ഓക്കെയാണ്. പക്ഷേ അവിടെ ഇരിക്കുന്ന ആളിനെക്കാട്ടിയും ഓപ്പോസിറ്റ് ചോദ്യം ചോദിക്കുന്ന ഒരാൾക്ക് കുറച്ച് ബോധം വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മണ്ടൻ ചോദ്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴേ നോ പറയാം. അവർക്ക് തീർച്ചയായിട്ടും ഒന്നുകിൽ ഇവർ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഇവർക്ക് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്നതും ആയിരിക്കാം. എന്തായാലും ഇവരുടെ ഒരു ക്വസ്റ്റ്യൻസും ഉണ്ടാവുമല്ലോ. നമുക്ക് ഈ ആങ്കറിങ്ങിൻ്റെ ഒരു ബാക്ക് സൈഡ് എന്താണെന്ന് അറിയത്തില്ല, എന്നാലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും എനിക്ക് ആ കുട്ടിയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കുകയാണ്, ആ കുട്ടിയുടെ അനിയത്തിയോ അല്ലെങ്കിൽ സഹോദരിയോ കൂട്ടുകാരിയോ എങ്ങാനുമാണ് കുളിച്ചൊരു കാര്യം ഇങ്ങനെ പറയുന്നത്, എനിക്ക് ഇതേ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കുമോ? അപ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാൻ കുളിക്കുന്നത് വേറൊരാൾ എത്തി നോക്കുമ്പോൾ അയാളോട് ചോദിക്കുമ്പോൾ ഇതേ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കുമോ? റിയൽ ലൈഫിലോട്ട് ഇപ്പോൾ ക്യാമറയ്ക്ക് പുറകിൽ വരുമ്പോൾ ഒരാൾ വന്ന് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ക്യൂരിയോസിറ്റി ആ കുട്ടിക്ക് ഉണ്ടായിരിക്കും? അപ്പോൾ എങ്ങനെയായിരുന്നു, കണ്ടപ്പോൾ എന്തായിരുന്നു ഫീലിങ്സ്, എങ്ങനെ ഉണ്ടായിരുന്നു, എത്തി നോക്കിയോ എത്താതെ നോക്കിയോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ അപ്പോഴും ഉണ്ടായിരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. നേരിട്ടൊരു ക്വസ്റ്റ്യൻ ഒരാൾ വന്നിരുന്നോണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു കുളിസീൻ ഞാൻ എത്തി നോക്കി എന്ന് പറയുമ്പം പെട്ടെന്ന് നമുക്ക് മുഖം ചുളിച്ചു പോകും. അയ്യോ, കുളിസീൻ എത്തി നോക്കി, അവൻ ഇങ്ങനെയുള്ളൊരുത്തനാണോ? ഓക്കെ, അവൻ്റെ ചെറിയൊരു പ്രായത്തിൽ, അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തതാണ്, ഇപ്പോഴെങ്കിലും ചെയ്തതല്ല എന്ന് അവനെടുത്ത് പറയുന്നുണ്ട്. എന്നാലും ആ ആങ്കറും ആ ഒരു രീതിയെ കൈകാര്യം ചെയ്തത് വളരെ ഒരു മോശം രീതിയുമാണ്. അതുമാത്രമല്ല, ഇങ്ങനെയൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടുള്ളത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണോ വരേണ്ടുള്ളത്? ആ ഒരു ചാനൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫെയിം ആയിട്ടുള്ള ചാനലൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ പാടുണ്ടോ? ഇപ്പോഴത്തെ ഇൻ്റർവ്യൂ ഒക്കെ പണ്ടത്തത് അടിപൊളി, ഇപ്പോഴത്തത് മോശം, അങ്ങനെയൊന്നും താരതമ്യങ്ങളൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. പണ്ടത്തെ ഇൻ്റർവ്യൂ കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ അവരുടെ പ്രൊഫഷനെ കുറിച്ച് ചോദിക്കുന്നത്, ഇപ്പോഴും അതില്ല എന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. അങ്ങനെ കുറച്ചുകൂടെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു പണ്ടത്തെ ഇൻ്റർവ്യൂസ്. ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ഫണ്ണാണ്. രണ്ട് രീതിയിലും നടക്കാറുണ്ട്, ഫണ്ണായിട്ടും അല്ലാതെ നോർമലായിട്ടും നടക്കാറുണ്ട്. ഫണ്ണായിട്ട് നടക്കുന്നത് നല്ല രസമാണ്, നമുക്ക് കണ്ട് രസിക്കാനൊക്കെ അടിപൊളിയാണ്, അതൊന്നും അല്ല പറയുന്നത്. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊക്കെ അവർക്ക് ചോദിക്കുമ്പം ഇത് പബ്ലിക്ക് കാണത്തില്ലേ,
എങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവോ, അയ്യോ നമുക്ക് തന്നെ ഇതൊക്കെ എന്തു കിടന്ന് ചോദിക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് വൃത്തികെട്ട ക്വസ്റ്റ്യൻസും ഈ ആങ്കേഴ്സ് ചോദിക്കാറുണ്ട്. ചില ഒപ്പി വന്നിരുന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയും ഈ പയ്യൻ ഇതേപോലെ ഇച്ചിരി എഡിറ്റിങ്ങും ഇങ്ങനെ ട്രോൾ വീഡിയോസൊക്കെ ഇച്ചിരി അടിപൊളി ഈ തഗ് വീഡിയോസൊക്കെ വരുമല്ലോ, അതൊക്കെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചിലപ്പം അങ്ങനെ ആ പുള്ളി തന്നെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു വീഡിയോ ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നതെന്ന്. പക്ഷെ അവൻ്റെ പ്രായത്തിൻ്റെ ആ ഒരു പക്വത വളരെ വ്യക്തമായിട്ട് അവനെ കാണിച്ചു. തീരെ ബോധവും വിവരവും ഇല്ലാത്തൊരു പയ്യന് ഞാൻ അവനെ ഒരാളെ ഒരു വ്യക്തിയെ ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, എന്നാലും പറയുകയാണ് നമുക്കൊരു ബോധം ഇല്ലേ ഒരു ക്യാമറ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇത് പറയാൻ പാടില്ല എന്നൊരു ബോധം ഏതൊരു മനുഷ്യനും വേണമല്ലോ. അത് ആ പയ്യൻ ഒട്ടുമില്ല. അവൻ മാത്രം ഇത് ചെയ്ത ഒരാൾ അവൻ മാത്രമേ ഉള്ളൂ എന്നൊന്നും പറയുമല്ല. പക്ഷെ നമ്മളായാലും ഇപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ കല്ലെറിഞ്ഞിട്ടതോ ചിലപ്പോൾ ആർക്കൊന്നും അറിഞ്ഞൂടാത്ത രീതിയിൽ ഇറങ്ങി ഓടും. ചെറിയ നാളിൽ ഓരോന്നൊക്കെ ചെയ്യുന്നതാണ്. അവന്റെ കുഴി തന്നെ തോണ്ടുമല്ലേ ചെയ്തത്. അപ്പൊ പോട്ടെ, തെറ്റുപറ്റി അവർ അതിൽ ക്ഷമ ചോദിക്കുന്നു. അവരുടെ തെറ്റ് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ഒരാൾ പറ്റിപ്പോയൊരു കാര്യം എനിക്ക് അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ എല്ലാ തെറ്റുകളും നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് അവൻ്റെ അറിയാത്തൊരു പ്രായത്തിൽ ചെയ്തു പോയതാണ്. ഓക്കെ, ഇതുപോലെ വേറൊരു കാര്യം, ഇതുപോലെ വേറെ കുറച്ച് ഇൻ്റർവ്യൂസും നമ്മൾ കാണാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ രേണുസുതി, അതിൽ സുധിച്ചേട്ടൻ്റെ മോനോട് ഒരു ആങ്കർ, ഞാൻ അത് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ. ആ ഒരു മോനോട് അച്ഛൻ, നീ അത് കണ്ടിട്ടില്ലല്ലേ, അച്ഛൻ മരിച്ചപ്പോൾ വേദനിച്ചോ വിഷമിച്ചോ, അച്ഛൻ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചിട്ട് അപ്പം ഞാൻ വിചാരിക്കുകയാണേ, അച്ഛൻ മരിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് വേദന കാണത്തില്ലേ? അല്ല, അവൻ്റെ അപ്പോഴെങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു അച്ഛൻ 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 എന്നുള്ള കാര്യത്തിൽ അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ അച്ഛൻ മരിച്ചൊരു കുട്ടിക്ക് വേദന കാണത്തില്ലേ? അവൻ ഏറ്റവും മോശം, അവൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ്, അവൻ ഇതിനേക്കാളും വലിയൊരു നഷ്ടം വരാൻ ഇനി ഉണ്ടോ എന്ന് പോലും ഇല്ല, അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന അത്രയും വേദനയിലിരിക്കുന്നൊരു കുട്ടിയുടെ അടുത്ത് അച്ഛൻ്റെ കാര്യം ഇങ്ങനെ കുത്തി 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 ചോദിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് റീച്ചാണ്. ആ ഒരു വീഡിയോ ഓരോ റീലുകളായിട്ട് ഇടുമ്പോഴത്തേക്ക്, ഷോർട്സ് ആയിട്ട് ഇടുമ്പോഴും ലോങ് വീഡിയോ എടുക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂസും പൈസയൊക്കെ കിട്ടും. എനിക്ക് ആ ആങ്കറിന് എങ്ങനെ എനിക്ക് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കാണുന്നവർക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ട്. ഇതെന്താണ് ഇവർ ഇങ്ങനെയൊക്കെ കിടന്ന് ചോദിക്കുന്നത്? ഇപ്പോൾ കുറേ ആങ്കേഴ്സ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അത് അവർക്ക് കൊടുക്കുന്നതാണോ നേരത്തെ പറഞ്ഞതുപോലെ എന്താണെന്നറിയാൻ വയ്യ. അവർക്ക് അവരുടെ റീച്ചിന് വേണ്ടി എന്ത് ചോദിക്കാം, ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ റീച്ച് എല്ലാം ഓക്കെ, നമുക്ക് അതെല്ലാം വേണം. അത് കുറച്ച് നല്ല കാര്യത്തിന് അല്ലെങ്കിൽ കുറച്ച് നീറ്റായിട്ടുള്ള കാര്യത്തിനാണെങ്കിൽ അതേ ചോദ്യം അവർക്ക് വളരെ മാന്യമായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ പോട്ടെ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ അവർക്ക് നിർത്താം. ഇത് അച്ഛൻ മരിച്ചിട്ട് എന്ത് ചെയ്തു, അച്ഛൻ മരിച്ചിട്ട് അങ്ങനെ ചെയ്തോ, അമ്മ ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ. അതുപോലെ തന്നെയാണ് ഈ രേണു ചേച്ചിയുടെ കുറെ വീഡിയോസിൻ്റെ അകത്തും ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് അവരെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. പുറകെ നടക്കുന്നതും പോരാഞ്ഞിട്ട് അവർക്ക് ഒരു നഷ്ടം ഉണ്ടായതും പോരാഞ്ഞിട്ട് പിന്നെ അവർ റിക്കവർ ചെയ്ത് അവരെ ജീവിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായി? അതായത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം എന്തുവാ, ഒരാളുടെ തളർത്താനും മേലോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിവുള്ള സ്ഥലമാണ്. അപ്പോൾ പേഴ്സണൽ ലൈഫ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടിടരുത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവരുടെ ആരുടെയും ജീവിതത്തിലോട്ട് ഇടിച്ചു കയറി ചെന്ന് നിന്നുകൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവരൊന്നും അല്ല. അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ചെയ്ത് അവരിഷ്ടമുള്ള പ്രൊഫഷനിൽ അവർ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ ബാക്കിയുള്ളവരെല്ലാവരും ഈ നെഗറ്റീവ് പറയുന്നവരൊക്കെ അവരുടെ ലൈഫിലോട്ടാണ് ചെല്ലുന്നത്. അവർക്ക് പോകേണ്ടുള്ള വഴി കൂടെയാണ് പോകുന്നത്. ഇവർ പോകുന്ന വഴിയിലൊക്കെ ചെന്ന് ഇന്ന് നെഗറ്റീവ് പറയുന്നത് ഈ ബാക്കിയുള്ളവരാണ്. അതുപോലെ തന്നെ ഒരു സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റാണ് ശാന്തി കൃഷ്ണ എന്നാണ് അവരുടെ പേരെന്നാണ് എൻ്റെ ഒരു അത്. അതുപോലെ തന്നെ സീനിയറായിട്ടുള്ളൊരു ആങ്കറാണ്. അവർ വന്ന് നിന്നുകൊണ്ട് അവരുടെ കുട്ടി ഇതിന് മുന്നേ ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയതെന്നാണ് തോന്നുന്നത്. അവരുടെ കുട്ടി ഇതിന് മുന്നേ ഇങ്ങനെ മരിച്ചതെന്തോ ഒരു കുട്ടി മരിച്ചു പോവുകയും അങ്ങോട്ട് ചെയ്തതാണ്. അപ്പോൾ ആ കുട്ടി മരിച്ചതിന് ശേഷം ആ ആങ്കർ ചോദിച്ചത്, ആ കുട്ടി മരിച്ചതിന് ശേഷം ആ വേദന ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും ആ വേദന ഉണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ടോ ആ ക്വസ്റ്റ്യൻ വേണ്ടായിരുന്നു എന്ന്. ഇവർക്ക് ആ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ അത് വായിച്ച് നോക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ വേറൊരാൾ ചെയ്തു കൊടുത്തു, ഓക്കെ, അത് വായിച്ച് നോക്കുന്ന സമയത്തോ എങ്കിലും അയ്യേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു തോന്നലുണ്ടാവത്തില്ല. അവരും എന്തായാലും ഒരു അമ്മയാണ്. ഏതമ്മയ്ക്കാണ് മക്കൾ മരിച്ചുപോയ വേദനയില്ലാത്തത്? എങ്ങനെയാണ് അവർക്ക് അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത്? എന്നിട്ട് അതിനെ വളരെ ചിരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി ആ ക്വസ്റ്റ്യൻ അയ്യോ സോറി ചേച്ചി നമുക്ക് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഒരു വ്യൂസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ
അവർക്ക് എന്ത് അവരുടെ ഒക്കെ വിഷമം ഉണ്ടാവും, അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവരുടെ വേദനയും വിഷമവും അവരുടെ ഒന്നുമില്ല. അവർക്കതൊരു വിഷയമേ അല്ല. എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്, ക്വസ്റ്റ്യൻ റീച്ച് ചോദിക്കുക, കാശ് വാങ്ങിയിട്ട് പോവുക, അല്ലെങ്കിൽ കുറച്ച് റീച്ച് കിട്ടുക, എൻ്റെ ചാനലിൽ റീച്ച് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ഉദ്ദേശം. അതിനപ്പുറം വേറൊന്നും ഇല്ല. എന്തായാലും ഒരു ഇൻ്റർവ്യൂവിൽ എന്ത് ചോദിക്കണം എന്ത് ചോദിക്കരുത് എന്നുള്ള ഒരു സാമാന്യ ബോധം ആ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്ക് വേണം. അയാളുടെ പ്രൊഫഷൻ എന്താണെന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അതിന് മുന്നിൽ ചെന്നിരിക്കുന്നവർക്കും എന്ത് പറയണം എന്ത് പറയരുത് എന്നുള്ളൊരു ബോധം സ്വന്തമായിട്ട് വേണം. അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്വന്തം കുഴി ചെന്ന് തോണ്ടുന്ന പോലെ ആയിപ്പോവും. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള സ്ത്രീകളെ കുറിച്ച് പറയുന്ന പരാമർശങ്ങളും അല്ലെങ്കിൽ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വരുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളൊരു മിനിമം കോമൺ സെൻസ് എങ്കിലും വേണം. എന്തായാലും രണ്ടുപേരും സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ഇൻ്റർവ്യൂ ചെയ്യുന്നവരെങ്കിലും എന്ത് ചോദിക്കണം എന്ത് ചോദിക്കേണ്ട എന്നുള്ളൊരു ബോധത്തിൽ പോട്ടെ, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും കാത്തിരിക്കുക. ഞാൻ യാത്രാമോഹി.